മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടക്കുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണെന്നാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോടാണ് പ്രതിഷേധം നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. രണ്ടിടത്ത് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. അസാധാരണമായി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും വൈകുകയാണ്. ഈ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങളായി ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ CPIക്ക് അതൃപ്തിയുണ്ടോ, CPIയുടെ നിലപാടെന്ത് തുടങ്ങിയ കാര്യങ്ങളിൽ സസ്പെൻസ് നിലനിൽക്കുകയാണ്. 11 മണിയുടെ വാർത്താ സമ്മേളനം 11:30 എന്നതിലേക്ക് മാറ്റി നിശ്ചയിച്ചിരുന്നു. വീണ്ടും അത് അനിശ്ചിതമായി തുടരുന്നത് എന്തുകൊണ്ട്, നീളുന്നത് എന്തുകൊണ്ട് എന്നത് ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. മന്ത്രിസഭാ യോഗത്തിൽ കടുത്ത നിലപാടുകളെടുത്ത ചരിത്രമുണ്ട് CPIക്ക്. ഒരു ഘട്ടത്തിൽ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ച് ചന്ദ്രശേഖരന്റെ മുറിയിൽ റവന്യൂ മന്ത്രിയായ ചന്ദ്രശേഖരന്റെ മുറിയിൽ ബാക്കി എല്ലാ CPI മന്ത്രിമാരും ഇരുന്നത് ഓർമ്മയുള്ളതാണ്. അത് തോമസ് ചാണ്ടി വിവാദത്തിന്റെ ഘട്ടത്തിലാണ്. മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ച ചരിത്രം നടാടെയാണ് അന്ന് കേരളം കാണുന്നത്. അത്തരം കർക്കശമായ നിലപാട് CPI എടുത്തിട്ടുള്ളതാണ്. ഇന്ന് ഈ മന്ത്രിസഭാ യോഗത്തിൽ CPI പങ്കെടുത്തു. കർക്കശമായ നിലപാടുകൾ ആവർത്തിച്ചിട്ടുണ്ടോ രാജൻ? അതിനുശേഷം ഈ മറുപടിയിൽ തൃപ്തിയുണ്ടോ CPIക്ക്? ആ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം 11:30 ശേഷവും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നീളുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ്. ഷഹദ് റഹ്മാൻ ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ നൽകാനായി കോഴിക്കോട് നിന്ന് ചേരുന്നു. ഷഹദ്, വലിയ പ്രതിഷേധമാണോ? അവിടെ എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും വേണോ, ഇപ്പോൾ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത്. പ്രവർത്തകർ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുമാണ് ഈ മാർച്ച് നടക്കുന്നത്. അത് കോഴിക്കോട് നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. കോഴിക്കോട് BM സ്കൂളിന് സമീപത്ത്, അതായത് മാനാഞ്ചിറ സ്ക്വയറിന് സമീപത്തുള്ള BM സ്കൂളിന് സമീപത്ത് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഏറെ നേരം പ്രവർത്തകർ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചു. പിന്നീട് ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന ഇത്തരത്തിൽ സമരം ആരംഭിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. പോലീസ് ജലപിരങ്കി 3 തവണയിലധികം തവണ ജലപിരങ്കി പ്രയോഗിച്ചു. പക്ഷേ അപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ മുദ്രാവാക്യ വിളികളുമായി ഇവിടെ തമ്പടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിലുണ്ടായ വിവിധ വിഷയങ്ങൾ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന പശ്ചാത്തലം, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, അതായത് മലപ്പുറം പരാമർശം, കഴിഞ്ഞ ദിവസം ദ ഹിന്ദുവിൽ വന്ന അഭിമുഖം, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യൂത്ത് ലീഗ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് പരമാവധി സംയമനം പാലിച്ച് നിൽക്കുകയാണ്. പ്രകോപനം സൃഷ്ടിക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ബാരിക്കേഡുകൾ മറിച്ചിട്ട് ഈ ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ, അല്ലെങ്കിൽ കമ്മീഷണർ ഓഫീസിന്റെ കവാടത്തിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമമാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തുന്നത്. PK ഫിറോസ് ആണ് ഈ യൂത്ത് ലീഗിന്റെ ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ നിലവിലെ സാഹചര്യത്തിൽ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. പ്രവർത്തകർ ഇവിടെ തമ്പടിച്ച് നിൽക്കുകയാണ്. ഏറെ നേരം ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ടായിരുന്നു ഈ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും സമരം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് ജലപിരങ്കി, ഇവരെ പ്രതിരോധിക്കുവാൻ വേണ്ടി ജലപിരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ഏകദേശം 2-ലധികം പ്രവർത്തകർക്ക് ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് ഈ സമരം സംഘടിപ്പിച്ച പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ മുറിവ് പറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെ ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ സമരം സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോടിന് സമാനമായി മറ്റ് ജില്ലകളിലേക്കും സമരം വ്യാപിപ്പിക്കാനാണ് യൂത്ത് ലീഗിന്റെ തീരുമാനം. ഒരു ഭാഗത്ത് ഈ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച നിലയുറപ്പിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം PK ഫിറോസ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസും ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തകർ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മാർച്ച് നടക്കുന്ന പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. അതിന്റെ ഇടയിൽ ഇത്തരത്തിലൊരു മാർച്ച് കൂടി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് രാവിലെ മുതൽ ഈ കമ്മീഷണർ ഓഫീസ് പരിസരത്തും അതുപോലെ തന്നെ മാനാഞ്ചിറയിലും നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ ഈ മാർച്ച് നടക്കുന്ന ഇടത്തേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് ഇവിടെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് പരമാവധി സംയമനം പാലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ
പോലീസ് ബാരിക്കേഡുകൾ കെട്ടിയിട്ടുള്ള വനം അഴിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച. അതാ ഇപ്പോൾ പോലീസുമായിട്ട് വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു യൂത്ത് ലീഗ് പ്രവർത്തകർ എന്നുള്ളതാണ്. അതായത് പോലീസിന് നേരെ മണ്ണും അതുപോലെ തന്നെ കമ്പുമൊക്കെ വലിച്ചെറിയുന്നുണ്ട്. പോലീസ് തിരിച്ചും അത് എറിയുന്നുണ്ട്. അതായത് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇവിടെ നിന്ന് ചളിയും മണ്ണും അങ്ങോട്ട് വലിച്ചെറിയുമ്പോൾ തിരിച്ച് പോലീസും ഇങ്ങോട്ട് അതേ ചളിയും മണ്ണും തിരിച്ചെറിയുന്ന നമുക്ക് കാഴ്ച ഇവിടെ നിന്ന് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ജലപിരങ്കി പ്രയോഗിച്ച ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാനായിരുന്നു അല്ലെങ്കിൽ പിരിച്ചുവിടാനായിരുന്നു പോലീസ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ജലപിരങ്കി പരമാവധി കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് കഴിഞ്ഞില്ല. ഇപ്പോൾ പ്രവർത്തകർ പോലീസിന് നേരെ ചളിയും അതുപോലെ തന്നെ മണ്ണും വലിച്ചെറിയുകയാണ്. അതുപോലെ തന്നെ ഈ വെള്ളത്തിന്റെ ബോട്ടിലും വലിച്ചെറിയുകയാണ്. പോലീസിന് നേരെ ഇപ്പോൾ ചളി എറിയുകയാണ് പ്രവർത്തകർ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആദ്യഘട്ടത്തിൽ പോലീസ് പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ആ ചളി തിരിച്ചെറിഞ്ഞ് പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് നിസ്സഹായരായി നിൽക്കുന്നു. പോലീസ് ലാത്തി കാണിക്കുന്നുണ്ട്, പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. പോലീസ് ലാത്തി കൊണ്ട് പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പോലീസിനെതിരെ വെല്ലുവിളിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ വീണ്ടും ജലപിരങ്കി പ്രയോഗിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. കാരണം ജലപിരങ്കിയുടെ വാഹനം മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ പോലീസുമായി പ്രവർത്തകർ വാക്കേറ്റത്തിലാണ്. പോലീസിന് നേരെ ചളി എറിയുകയാണ് പ്രവർത്തകർ എന്നുള്ളതാണ്. പോലീസ് ആദ്യഘട്ടത്തിൽ ആ ചളി തിരിച്ചറിഞ്ഞു, അത് കൂടുതൽ പ്രവർത്തകരെ പ്രകോപിപ്പിച്ചു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ സമരം നടക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകർ അതിവൈകാരികമായിട്ടാണ്, പ്രത്യേകിച്ച് മലപ്പുറം പരാമർശം അത് വലിയ രീതിയിലുള്ള ഒരു സമരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭാഗത്ത് ഇപ്പോൾ PK ഫിറോസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതാ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ PK ഫിറോസ് തന്നെ ഇടപെടുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോവാനോ ബാരിക്കേഡിന് മുമ്പിൽ നിന്ന് മാറാനോ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ കഴിഞ്ഞ ഏറെ സമയമായി ഈ ബാരിക്കേഡിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്, പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് നിന്ന്. അവിടെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ്. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്കുള്ള യൂത്ത് ലീഗിന്റെ മാർച്ചിലാണ് നേരിയ സംഘർഷമുണ്ടായത്. ദിലീപ് തുടരുന്നുണ്ട്. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും.